ഹലോ, ഞാൻ ഇന്ന് എൻ്റെ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. എൻ്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സൊക്കെ ഭയങ്കര അഫോർഡബിൾ ആണ്. ആൻഡ് ഞാൻ ഭയങ്കര എല്ലാ സ്റ്റെപ്പുകളും ഫോളോ ചെയ്യുന്ന ഒരാളെന്നല്ല. മസ്റ്റായിട്ട് ക്ലെൻസ് ചെയ്യും, അതുപോലെ ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും, ഇത്രയും കാര്യങ്ങൾ എന്തായാലും ഞാൻ എന്നും യൂസ് ചെയ്യാറുണ്ട്. സിറംസും കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ അതെൻ്റെ ഒരു ഇതനുസരിച്ച് എൻ്റെ ഫേസിൻ്റെ ഒരു ഇതൊക്കെ അനുസരിച്ച് ഞാൻ എന്നും അത് യൂസ് ചെയ്യാറില്ല. സ്കിൻ കെയർ ചെയ്യുമ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, നമ്മൾ ഒരാൾ ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് അത് പ്രൊഡക്റ്റ് സെയിം വാങ്ങിച്ചിട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് അങ്ങനത്തെ റിസൾട്ട് വന്നില്ലല്ലോ, കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിക്കരുത്. കാരണം ഇപ്പം ഞാൻ എൻ്റെ സ്കിൻ ടൈപ്പ് പറഞ്ഞുതരാം. എൻ്റെ നല്ല ഓയിലി സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഓയിലി സ്കിന്നിന് എനിക്ക് വർക്കായിട്ടുള്ള പ്രൊഡക്റ്റാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇപ്പം ഈ വീഡിയോ കാണുന്ന ഒരാൾ ഡ്രൈ സ്കിന്നാണെങ്കിൽ നിങ്ങൾ അത് കണ്ടിട്ട് എൻ്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് അത് വർക്ക് ചെയ്തില്ല എന്ന് പറയരുത്. നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ആയാലും എന്ത് സ്കിൻ ട്രീറ്റ്മെൻറ്റ്സ് ആയാലും എന്ത് ചെയ്യുമ്പോഴും ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് സ്കിൻ ടൈപ്പാണ്. സ്കിൻ ടൈപ്പും കണ്ടീഷനും ഒക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുക. മാത്രമല്ല, ഏത് പ്രൊഡക്റ്റ് ആയാലും പ്രത്യേകിച്ച് സിറംസൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു പാച്ച് ടെസ്റ്റും കൂടി ചെയ്യാം. ഇനി ഞാൻ എൻ്റെ സ്കിൻ കെയർ കാണിച്ചു തരാം. ഞാൻ മെയിൻലി ഒരു പ്രൊഡക്റ്റിൽ മാത്രം നിൽക്കാറില്ല. എൻ്റെ എമൗണ്ട് വെച്ചിട്ട് ഇപ്പം ഞാനൊരു ഫേസ് വാഷ് ഇന്ന് യൂസ് ചെയ്യുന്ന വെച്ചോളൂ. എൻ്റെ അടുത്ത ഇത് തീരുമ്പോൾ എൻ്റെ കയ്യിൽ എത്രയാണ് എമൗണ്ട് ഉള്ളത് അതിനനുസരിച്ച് ഞാനത് മാറ്റും. അല്ലാണ്ട് ഈ പ്രൊഡക്റ്റ് തന്നെ വേണം എന്നൊന്നും ഇതാക്കാറില്ല. ഞാൻ ഇപ്പോൾ ഫോളോ ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത്. ആൻഡ് ഇതെനിക്ക് നന്നായിട്ട് വർക്കും ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് മിനിമലിസ്റ്റിൻ്റെ ഈ ഒരു സാലിസിലിക് ആസിഡ് പ്ലസ് LHA ഫേസ് വാഷാണ്. ഇതെനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. എൻ്റെ ഫേസിൽ മോർണിംഗ് ഒക്കെ നന്നായിട്ട് ഓയിൽ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് പിന്നെ നല്ല ബ്രേക്ക്ഔട്ട്സും ചെറിയ പിമ്പിൾ മാർക്സും ഒക്കെ ഉണ്ട്. എനിക്കതുകൊണ്ട് സാലിസിലിക് ആസിഡ് നല്ലതാണെന്ന് തോന്നി. ആൻഡ് ഇതിനെന്തോ 200 സംതിങ് എന്തോ ഇതിൻ്റെ എമൗണ്ട് വരുന്നുള്ളൂ. ഇതാണ് ഞാൻ ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ഫേസ് വാഷ്. ഫേസ് വാഷ് യൂസ് ചെയ്തതിന് ശേഷം ഞാനൊരു ടോണർ ഇപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഞാൻ ഗുഡ് വൈബ്സിൻ്റെ ടോണർ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 1-2 ടോണേഴ്സൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ബോട്ടിൽ വാങ്ങിച്ചിട്ട് നമ്മൾ സാധാ റോസ് വാട്ടർ ഉണ്ടല്ലോ, ഈ റോസ് വാട്ടർ ഞാൻ സാധാ ഒരു ഫാൻസിന്ന് എന്തോ വാങ്ങിച്ചാണ്. അതിങ്ങനെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കും. ആൻഡ് ഈ ഫേസ് വാഷ് യൂസ് ചെയ്തതിന് ശേഷം എന്തിനാണ് ടോണർ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ ഫേസ് വാഷ് ചെയ്യുമ്പോൾ പോസ് ഓപ്പൺ ചെയ്തിട്ട് ഫേസ് വാഷ് അതിലോട്ട് ഇറങ്ങിയിട്ട് അത് ക്ലീൻ ചെയ്യാം. ആൻഡ് ആ ഓപ്പൺ ചെയ്ത പോസിനെ തിരിച്ച് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ് വാഷിന് അറിയില്ല. അവിടെയാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യുമ്പോൾ ടോണറാണ് അത് ക്ലോസ് ചെയ്യുക. അതിനാണ് നമ്മൾ ആക്ച്വലി ടോണർ യൂസ് ചെയ്യുന്നത്. ആൻഡ് അതിനുശേഷം ചിലപ്പോഴൊക്കെ ഞാൻ സിറംസ് യൂസ് ചെയ്യാറുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് 2 സിറംസാണ്. ഇത് ഫോക്സ്ടെയിലിൻ്റെ വിറ്റമിൻ C സിറമാണ്. ആൻഡ് ഇത് മിനിമലിസ്റ്റിൻ്റെ തന്നെ ഒരു സാലിസിലിക് ആസിഡ് സിറമാണ്. ഇതിനെന്തോ 250 അങ്ങനെ എന്തോ ആണ്. പക്ഷെ ഇതിന് എനിക്ക് തോന്നുന്നു ഇതിന് ഇച്ചിരി വിലയുണ്ടെന്ന്. ആക്ച്വലി എനിക്ക് ഓർമ്മയില്ല, എന്നെ ഇച്ചിരി വിലയുണ്ടോയെന്ന് തോന്നുന്നു. ഇത് ഞാൻ ഫേസിൽ ഭയങ്കര ടാനും അതുപോലെ ഭയങ്കര അൺഈവൻ ആയിരുന്നു സ്കിന്ന്. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട് വാങ്ങിച്ചായിരുന്നു ഈ വിറ്റമിൻ C സിറം. ആൻഡ് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വിറ്റമിൻ C നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. എനിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ആ വീഡിയോയിൽ കണ്ട അത്ര ഫാസ്റ്റായിട്ടുള്ള റിസൾട്ടൊന്നും വന്നില്ല, അവരാ പറഞ്ഞ അത്രയും. പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് വിസിബിളായിട്ട് നമുക്ക് ചേഞ്ചസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു, അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സാലിസിലിക് ആസിഡും നമ്മൾ ഓപ്പൺ പോസിനും അതുപോലെ പിമ്പിൾ മാർക്സിനും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി യൂസ് ചെയ്യാം. വിറ്റമിൻ C മെയിനായിട്ട് ടാനും ഈവൻ ടോണും ഒക്കെ ആക്കാനും കൂടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് നിങ്ങൾക്ക് അഫോർഡബിൾ ആവുന്ന രീതിയിലൊരു സിറം വാങ്ങിക്കും. സിറംസ് ഓരോന്നിനാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടീഷൻ നോക്കിയിട്ട്, ഇപ്പോൾ നല്ല ടാനാണ്, അൺഈവൻ അല്ല സ്കിൻ എന്നുണ്ടെങ്കിൽ ഒരു വിറ്റമിൻ C യൂസ് ചെയ്യുക. നല്ല ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളും ഫേസിലുണ്ടെങ്കിൽ ഒരു സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുക. അങ്ങനെയൊക്കെ മാറ്റി യൂസ് ചെയ്യുക. പിന്നെ നിയാസിനമൈഡ് ഉണ്ട്. നല്ല ഡ്രൈനസ് ആണ് ഫേസ് എന്നുണ്ടെങ്കിൽ ഒരു ഹൈലറോണിക് ആസിഡ് സിറം യൂസ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യാം, ഇതിലേതെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. ആൻഡ് അതിനുശേഷം ഞാൻ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യാറ്. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ലാക്ടോ കലാമിൻ സൂപ്പർ ലൈറ്റ് മോയ്സ്ചറൈസർ ജെല്ലാണ്. എനിക്ക് എൻ്റെ ഫേസ് നല്ല ഓയിലി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു നോൺ സ്റ്റിക്കി ഒരു ജെൽ ടൈപ്പ് മോയ്സ്ചറൈസറാണ് എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുക. ആക്ച്വലി ഇതിന് വലിയ വില
ഈ വലിയ ബോട്ടിലിന് 200 എന്തോ എമൗണ്ട് വരുന്നുള്ളൂ. പക്ഷെ എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. ഞാൻ എപ്പോഴും എൻ്റേത് ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ജെൽ ടൈപ്പ് മോയ്സ്ചറൈസേഴ്സാണ് യൂസ് ചെയ്യാറുള്ളത്. നിങ്ങൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ക്രീമി ടൈപ്പ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. എക്കോളജിക്കയുടെ ഇതൊരു ജെൽ ടൈപ്പ് ആയിരുന്നു, ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ജെൽ ടൈപ്പ് ഏതായാലും ഓക്കെയാണ്. ഇനി ഞാൻ മെയിനായിട്ട് എന്ത് സ്കിപ്പ് ചെയ്താലും ഞാൻ സ്കിപ്പ് ചെയ്യാത്ത ഒരു സാധനമാണ് കാണിക്കാൻ പോകുന്നത്, സൺസ്ക്രീൻസ്. ഇതൊക്കെ എനിക്കിഷ്ടമാണ്. ഇതിലെനിക്ക് ഇത് കുറച്ച് വൈറ്റ് കാസ്റ്റ് എനിക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഞാൻ ആക്ച്വലി ഇങ്ങനെ ഇൻഫ്ലുവൻസിൻ്റെ വീഡിയോ കണ്ടിട്ട് വാങ്ങിയത് എക്കോളജിക്കയുടേതാണ്. ഇതെനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഡോക്ടർ ഷെത്തിൻ്റെ സൺസ്ക്രീന്. ഇതും എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. ഞാൻ ഇപ്പോൾ ഇതിൻ്റെത് വാങ്ങിച്ചിട്ടുണ്ട്, ഫോക്സ് സ്റ്റൈലിൻ്റെ. ഇത് വിറ്റമിൻ സി ആണ്. ആ ബോട്ടിൽ ഇപ്പോൾ കാണുന്നില്ല, ഇവിടെ എവിടെയോ തിരഞ്ഞാൽ കിട്ടും. ഇതിൻ്റെ സൺസ്ക്രീനും എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. സൺസ്ക്രീനാണ് ഏറ്റവും എനിക്ക് ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഞാൻ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ മാത്രം ഇട്ടാണ് പുറത്ത് പോകാറ്. നിങ്ങൾ സിറംസ് ഒന്നും ഫോളോ ചെയ്യുന്നില്ലെങ്കിലും ഫസ്റ്റ് ടൈമായിട്ട് സ്കിൻ കെയർ ഫോളോ ചെയ്യാൻ നിൽക്കുന്ന ഒരാളാണെങ്കിൽ എന്തായിട്ടും ഒരു സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ ഇത് രണ്ടും മസ്റ്റായിട്ട് ഇട്ടിട്ട് തുടങ്ങാം. ആൻഡ് സൺസ്ക്രീനെ കുറിച്ചിട്ട് ഞാൻ ഡീപ്പായിട്ട് നല്ലൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ബിക്കോസ് സൺസ്ക്രീനെ കുറിച്ച് ഒത്തിരി പറയാനുണ്ട്. സൺസ്ക്രീൻ അത്രയും നമ്മളെ സ്കിന്നിന് വേണ്ട എല്ലാം വേണ്ടതാണ്. പക്ഷെ നമ്മൾ പുറത്ത് പോകുന്ന നമ്മളെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ എല്ലാം ഈ ഇപ്പോൾ ചൂടും കാലാവസ്ഥയ്ക്കും ഒക്കെ സൺസ്ക്രീൻ എല്ലാവരും പറയുക നമ്മൾ വീട്ടിലുള്ളിൽ വരെ സൺസ്ക്രീൻ ഇടണം, ഈ ലൈറ്റിൽ നിന്ന് വരെ നമുക്ക് ടാൻ ആവാം എന്നാണ്. പക്ഷെ അതിനൊന്നും നമുക്ക് അഫോർഡ് ആവില്ല. പിന്നെ സൺസ്ക്രീൻ കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, കാരണം സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടതും സൺസ്ക്രീൻ എങ്ങനെ ഇതാക്കണം എന്നുള്ള ഒരു വലിയ വീഡിയോ ഒക്കെ ഉള്ളത് തന്നെയുണ്ട്. ആൻഡ് ഇത്രയാണ് എൻ്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിലും കൂടുതൽ ഞാൻ ഫേസിൽ കാര്യമായിട്ടൊന്നും ട്രീറ്റ്മെൻറ്റ്സ് അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഞാൻ ഫേഷ്യൽ പോലും ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു 2 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫേഷ്യൽ പോലും ഫേസിൽ ചെയ്തിട്ട് ഞാൻ തന്നെ ചെയ്യും. ഞാൻ തന്നെ പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ടും അല്ലെങ്കിൽ DIY അല്ലെങ്കിൽ വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഹോം റെമഡീസൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്യാറുള്ളത്. ഞാൻ എല്ലാ വെയിലത്തും എനിക്ക് വർക്കൊക്കെ ഉള്ള ആളാണ്. ഞാൻ വർക്കിന് ബസ്സിനോ അല്ലെങ്കിൽ 2 വീലറിലോ പോകുന്ന ആളാണ്. എപ്പോഴും വെയിലും ജസ്റ്റ് ഒരു മാസ്ക് ഇടും, പിന്നെ സൺസ്ക്രീനും. ഈ സൺസ്ക്രീൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ പിടിച്ച് നിൽക്കുന്നത്. എൻ്റെ ഫേസ് കണ്ടാലും കൈ കണ്ടാലും എൻ്റെ ഫേസിൻ്റെ കൈ ഭയങ്കര ടാനാണ്. ആൻഡ് ഫേസിൽ ടാൻസ് ഒന്നുമില്ല. ഞാൻ കയ്യിലൊന്നും സൺസ്ക്രീൻ ഇടാറില്ല. ആൻഡ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ സ്കിൻ കെയർ ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ സൺസ്ക്രീനിൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്യാം. ആൻഡ് ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഫോളോ മീ.